Rajshri ma'am, Sumaya ma'am, ready alle? Yes, ma'am. Shall we start? Yes, ma'am. Okay. Start ചെയ്തോളൂ രാജശ്രീ മാം. ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ട്രെയിനിങ് ടോക്ക് പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ രാജശ്രീ, എന്റെ സ്വദേശം ചെങ്ങന്നൂർ. ഞാൻ ഫാമിലിയായിട്ട് മഹാരാഷ്ട്രയിൽ താമസിക്കുന്നു. ഞാൻ എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു നല്ല ട്രെയിനർ എങ്ങനെയായിരിക്കണം? ഒരു നല്ല ട്രെയിനർ എങ്ങനെയായിരിക്കണം? ഒരു നല്ല ട്രെയിനർ എന്ന് പറയുന്നത് അറിവ് മാത്രം പകർന്നു കൊടുക്കുന്ന ആള് മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തില് പോസിറ്റീവ് ആയ മാറ്റത്തിന് പ്രചോദനമേകുന്ന ഒരു വ്യക്തി ആകണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ഇന്നത്തെ നമ്മുടെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ വന്നപ്പം എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് ഒരിക്കലും അത് എത്രമാത്രം എനിക്കത് അളന്നു പറയാൻ കഴിയത്തില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പർപ്പസ് ഉണ്ടെന്ന്. പക്ഷെങ്കില് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ വിമ്പിള് പ്രൊഫഷണല്, അതായത് ഈ 25th ബാച്ചിലെ ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ ഈ 1 hour സെക്ഷനിലെ നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാൻ എനിക്കൊരു ചാൻസ് കിട്ടിയത് എന്നെ ഒരുപാട് നന്ദിയുള്ളവളാണ്. വാക്കുകൊണ്ട് പറയാൻ കഴിയത്തില്ല എത്രമാത്രം ഉണ്ടെന്ന്. ഒന്ന് മാത്രം മനസ്സിലായി, ജീവിതം എന്ന് പറയുന്നത് ലൈഫ് ഈസ് എ പർപ്പസ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മീനിങ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പർപ്പസാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നത് എനിക്ക് 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 സത്യം പറഞ്ഞാൽ എനിക്ക് അനുഭവം പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണുനീര് വരുന്നുണ്ട്. കാരണം എനിക്ക് എന്റെ പർപ്പസിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിമ്പിൾ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിൽ വന്നത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോ വെളിയിലൊക്കെ നോക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്ലസന്റും ഹാപ്പിയൊക്കെ തോന്നാറുണ്ട്. ഇപ്പൊ എനിക്ക് അതുപോലെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. ഐ കാൻഡ് വേർഡ്സ് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇന്നിവിടെ സെക്ഷൻ എടുക്കാൻ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സുമയ്യ നസ്രിൻ മാഡത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് എടുക്കാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഡോളസൻസ് ആൻഡ് ദെയർ ചലഞ്ചസ്, അതായത് കൗമാരവും അവർ നേരിടുന്ന വെല്ലുവിളികൾ. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് മാമന് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ സെക്ഷന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അതുപോലെ തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേൾക്കുവാനും സപ്പോർട്ട് തരുവാനും ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much, Rajshri ma'am. Thank you so much. മാമിന്റെ പർപ്പസ് മാമിന്റെ ആഗ്രഹം പോലെ തന്നെ മാമിന്റെ ഡ്രീംസ് എല്ലാം ലെറ്റ് ഇറ്റ് കം ട്രൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും സുഖമല്ലേ? വെരി ഗുഡ് ഈവനിങ് സുമയ്യ മാം. ഓക്കെ, സോ രാജശ്രീ മാം പറഞ്ഞ പോലെ എൻ്റെ പേര് സുമയ്യ. ഞാനൊരു ടീച്ചറാണ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. വിമ്പിൾ അക്കാഡമിയുടെ 24th ബാച്ചിലെ അംഗമാണ്. അഡോളസൻസ് കോച്ച്, ആ ഒരു നിഷേധിയാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അഡോളസൻസ് അല്ലേ? പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ടു സേ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്രസ് മൈ ഹാർട്ട് ഫെൽറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു വിമ്പിൾ അക്കാഡമി, our Faisal sir, our dear mentor, and Archana ma'am
for this wonderful opportunity. Thank you so much. അപ്പോൾ അഡോളസൻസ് നമുക്കറിയാം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ, ഒരു ട്രാൻസിഷൻ പീരിയഡ്, ഒരുപാട് ചേഞ്ചസ്, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുന്ന ഒരു പീരിയഡ് നമുക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ നമുക്ക് നമ്മളുടെ അഡോളസൻസ്, നമ്മളുടെ ടീനേജിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളുടെ ടീനേജ് നിങ്ങൾ അഭിമുഖീകരിച്ച അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് ഒന്ന് ടൈപ്പ് ചെയ്തിടാവും ചാറ്റ് ബോക്സിൽ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മളുടെ അഡോളസെന്റ് പീരീഡിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചലഞ്ച് ഒന്ന് ടൈപ്പ് ചെയ്തിടാവും. യു ക്യാൻ യൂസ് ദി ചാറ്റ് ബോക്സ്. എനിത്തിങ്, എനി ചലഞ്ച്, സിമ്പിൾ ആയിക്കോട്ടെ. യെസ്, പിയർ പ്രഷർ. യെസ്, Archana ma'am. Thank you, Archana ma'am, for that response. Anything else? ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ കുട്ടികളും ഇതുപോലെ നമ്മൾ അനുഭവിച്ച ചലഞ്ചസ് പോലെ തന്നെ നമ്മളുടെ മക്കളും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പീരീഡിൽ, ബട്ട് ഇൻ എ ഡിഫറെന്റ് വേൾഡ് അല്ലെ. ദർ ഇസ് ലോട്ട്സ് ഓഫ് ഡിഫറൻസ് വി നോ. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമ്മളുടെ അഡോളസൻസ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫിസിക്കൽ ചേഞ്ചസിലൂടെ അല്ലെ. കുട്ടികൾ അഡോളസൻസിൽ കിടക്കുന്നത് തന്നെ നമുക്കറിയാൻ പറ്റും. ചേഞ്ചസ് ഇൻ ദിയർ ബോഡി ലാംഗ്വേജ്, ഗ്രോത്ത് സ്പേർട്സ്, ഫേഷ്യൽ ഹെയർസ്, അക്നി, അങ്ങനെ ഒരുപാട് ഫിസിക്കൽ ചേഞ്ചസിലൂടെയാണ് അവർ ദ ബിഗിനിങ് ഓഫ് ദ അഡോളസൻസ് ഇസ് മാർക്ക്ഡ് ബൈ സച്ച് ഫിസിക്കൽ ചേഞ്ചസ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഗേൾസ്, എന്താണ് പ്യൂബർട്ടി? ബിക്കോസ് ഇറ്റ് ഇസ് മെൻസ്ട്രൽ പീരിയഡ് അല്ലെ, മെൻസ്ട്രേഷൻ തന്നെ പറയാം. നമുക്കറിയാം പണ്ടൊക്കെ 12-13 ഇയേഴ്സിലൊക്കെ ആവുന്നത് ഇപ്പോൾ 8-9 ഇയേഴ്സ് ആകുമ്പോഴേക്കും കുട്ടികൾ ആ ഒരു മെൻസ്ട്രേഷൻ ഇതിലേക്ക് എത്തുന്നുണ്ട്, ആ ഒരു പ്യൂബർട്ടിയിലേക്ക് എത്തുന്നുണ്ട് കുട്ടികൾ. സോ ജസ്റ്റ് ഇമാജിൻ ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഓഫ് ദാറ്റ് ചൈൽഡ്. പെട്ടെന്നൊരു ദിവസം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരെയല്ലേ, എന്തോ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരുന്ന അല്ലെ. നമ്മൾ അങ്ങനെയല്ല, ആദ്യം തന്നെ നമ്മളെ അമ്മമാരെന്താ ചെയ്യുക, കുട്ടി നമ്മളും ഒന്ന് പാനിക്കാവും. ലൈക്ക് വി ആർ നോട്ട് എക്സ്പെക്ടിങ് എൻ്റെ മകള് വലുതായി എന്നുള്ള ഒരു പാനിക് നമുക്കും വരും പെട്ടെന്ന് അറിയുമ്പോൾ. അപ്പൊ കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. പെട്ടെന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്യാ, റെസ്ട്രിക്ട് ചെയ്യില്ലേ, അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണത്. ഓടിക്കളിക്കരുത്. ഇപ്പൊ എൻ്റെ ഒക്കെ ഒരു എന്താ പറയാ ചെറുപ്പത്തില് സെയിം ലൈക്ക് ദർ വിൽ ബി ഡിഫറൻസസ്. ഓക്കെ, കൾച്ചറൽ ആയിട്ടും റിലീജിയസ് ആയിട്ടും ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാകും. പക്ഷെ ലൈക്ക് എനിക്ക് കളിക്കൂട്ടുകാരായിട്ട് കുറച്ച് ബോയ്സ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ സ്കൂൾ വിട്ട് വന്ന അവരോട് കളിക്കലൊക്കെ ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ആ ഒരു പ്യൂബർട്ടി സ്റ്റേജിലേക്ക് വന്നപ്പോ അടങ്ങിയിരിക്കുക, പുറത്തു പോയി കളിക്കരുത്, ഒതുങ്ങിയിരിക്കുക. ഈവൻ വീട്ടില് അച്ഛനെ ഫേസ് ചെയ്യാന്, ബ്രദറിനെ ഫേസ് ചെയ്യാനൊക്കെ നമുക്ക് തന്നെ ഒരു മടി അല്ലെ. അതേ സമയം തന്നെ മഞ്ഞളിട്ട് കുളിപ്പിക്കുന്നു, ജ്യൂസ് അടിച്ചു തരുന്നു, മുട്ട ഒഴുങ്ങി തരുന്നു, അതുപോലെ നമ്മൾ കെയറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ വല്ലാത്തൊരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് കുട്ടി ഇരിക്കുക. പ്രത്യേകിച്ച് ഇഫ് ഷീ ഈസ് 8 to 9 years old അല്ലേ. അപ്പോ നമ്മുടെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, ബിഫോർ ഗെറ്റിംഗ് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. ലൈക്ക് ഇങ്ങനെ ഉണ്ടാകും, വി ഹാവ് ടു പ്രിപ്പയർ ദം ഫോർ പ്യൂബർട്ടി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകും, ഡോണ്ട് പാനിക്. ഇങ്ങനെ കണ്ടിട്ട് നമ്മളുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല, സ്കൂളിൽ വെച്ച് സംഭവിക്കാം. സോ ഡോണ്ട് പാനിക്. ടെൽ യുവർ ടീച്ചർ, ടെൽ എൻ അഡൽട്ട്, അല്ലെങ്കിൽ ടെൽ യുവർ മദർ, കരഞ്ഞ ബഹളം ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ് നമുക്ക് കുട്ടികളെ നേരത്തെ കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. പിന്നെ അവർ പ്യൂബർട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവരെ ഒരുപാട് പേടിപ്പിക്കരുത്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ട് ജസ്റ്റ് എ നോർമൽ തിങ്, എല്ലാ മാസം അവർക്ക് വരാവുന്നത്. കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും. അത് തന്നെ അവർക്ക് ഒരുപാട് ഇമോഷണൽ ചേഞ്ചസും ഡിസ്റ്റർബൻസും അവർക്ക് വരുത്തും. അപ്പൊ അതോടെ കൂടെ നമ്മളുടെ എൽഡേഴ്സിന്റെ ഒരു ഇന്റർഫിയറൻസ്, ഒരു പേടിപ്പിക്കലൊക്കെ ആയിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻഡീഡ് എഫക്ട് ദ ചൈൽഡ്സ് ലൈഫ്. അവരുടെ അക്കാഡമിക്കിനൊക്കെ അത് എഫക്ട് ചെയ്യും. സോ പ്രിപ്പയറിങ് അവർക്ക് നല്ല അറിവുകൾ തന്നെ അവരെ കൂടെ നിർത്താം, അവരോട് പറയാം ദിസ് ഇസ് ഓക്കെ, ഇതിങ്ങനെയാണ്, അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുക, ഒരുപാട് റെസ്ട്രിക്ഷൻ കൊടുത്ത് അവരെ പേടിപ്പിക്കരുത്. അങ്ങനെ പിന്നെ അതിന്റെ കൂടെ തന്നെ പേഴ്സണൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ. എങ്ങനെ ചെയ്യാം, സാനിറ്ററി പാഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യാം,
ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ശ്രദ്ധിക്കണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുത്തിട്ട് അവരതിനു വേണ്ടി റെഡി ആക്കും എന്നാണ് പറയുന്നത്. ലൈക്ക് ഓക്കെ, ഇനി ഒരു ചോദ്യം. ഇതൊക്കെ ഗേൾസിനോട് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വീട്ടിലൊരു മകൻ ഉണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈ മെൻസ്ട്രേഷൻ ഗേൾസിനുള്ളതല്ലേ, അത് ബോയ്സിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്ത് പറയുന്നു? യു കൻ യൂസ് ബോയ്സും അറിഞ്ഞിരിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കേണ്ട കാര്യല്ലേ യെസ്, അവർക്ക്? ബോയ്സും അറിഞ്ഞിരിക്കണം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല അല്ലേ? നമ്മള് ലൈക്ക് നമ്മളുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെ ഹൈഡ് ചെയ്യുക അല്ലേ? നമ്മുടെ മദേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ സിബ്ലിങ്സ് അറിയരുത്, ബ്രദേഴ്സ് അറിയരുത് എന്ന് മാറ്റി നിർത്തലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫാസ്റ്റിങ്ങിന്റെ ഒക്കെ ടൈം വരുമ്പോൾ, ഞങ്ങൾ മുസ്ലിംസിന് റംദാന്റെ ഒക്കെ ടൈം വരുമ്പോൾ വി കനോട്ട് ഫാസ്റ്റ് ഡ്യൂറിങ് മെൻസ്ട്രൽ പീരിയഡ്സ് വരുമ്പോൾ. സോ ഒളിച്ചിരുന്നിട്ടൊക്കെ വേണം എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ, ബ്രദർ കണ്ടാൽ നാണക്കേട്, അങ്ങനത്തെ ഒരുപാട് മിക്സും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമ്മളുടെ മക്കളെ നമ്മളുടെ മകനെ വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ഹിം അലോങ് വിത്ത് അവർ ഗേൾ എന്നുള്ളതാണ്. അവന്റെ സിബ്ലിങ്, അവന്റെ മദർ, ഇങ്ങനത്തെ. കാരണം നമുക്കറിയാം ഒരുപാട് ഫിസിക്കൽ പെയിനും ഇതൊക്കെ ഉണ്ടാവും, ടയർഡ്നെസ് ഉണ്ടാവും. അപ്പൊ ലെറ്റ് ഹിം ഓൾസോ ഹാവ് ദാറ്റ് എംപതി അല്ലേ? നമുക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി തരാനൊക്കെ ഉള്ളത് അവനും തോന്നണമെങ്കിൽ അത് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു അഡോളസെന്റ് ആയിട്ടുള്ള മകനെ കൊണ്ട് ലൈക്ക് സാനിറ്ററി പാഡ്സ് ഒക്കെ വാങ്ങിപ്പിക്കണം. പർപ്പസ്ലി ആയാലും അവനെ കൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം നമുക്കറിയാം ഭയങ്കര സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അല്ലേ? ഒരു പിങ്ക് പെൻസിൽ കൊടുത്താൽ വരെ പിള്ളേർ പറയില്ലേ മാം ഇത് ഗേൾസിന്റെ ആണെന്ന്? പറയാറില്ലേ? ഒരു പിങ്ക് ഷെയ്ഡുള്ള ഒരു ടോയ് കൊടുത്താൽ വരെ പറയും മാം പിങ്ക് കളർ ഞങ്ങൾക്ക് വേണ്ട, ഇത് ഗേൾസിന്റെ ആണ്. ആ ഒരു തോട്ട് മാറ്റണം നമുക്ക് പർപ്പസ്ലി. കാരണം നമുക്കറിയാം നമുക്ക് ആവശ്യമില്ല, നമ്മൾ നേരത്തെ കൂടെ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും അല്ലേ? എങ്കിൽ കൂടെ പർപ്പസ്ലി നമ്മൾ കൂടെ ചെന്നിട്ട് അവരെ കൊണ്ട് സാനിറ്ററി പാഡ്സ് വാങ്ങിപ്പിക്കണം എന്നാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല. ഇൻ എമർജൻസി കേസ് നമ്മുടെ വീട്ടിൽ അവന്റെ പെങ്ങന്മാരുണ്ട്, അവർക്ക് ആവശ്യം വന്ന് ദേ ഷുഡ് നോട്ട് ഗോ ടു ദ നൈബർഹുഡ് ഓർ സംതിങ് ഫോർ ഹെൽപ്പ്. അവൻ വീട്ടിൽ ബ്രദർ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് പറയണം പ്ലീസ് ബൈ ഫോർ മീ ഇല്ലേ? ഈവൻ സ്കൂളിലായാലും അവന്റെ ഫ്രണ്ടിനായാലും അവൻ അപ്രോച്ച് ചെയ്യാൻ കഴിയണം ലൈക്ക് ഫോർ ദറ്റ് ഹെൽപ്പ്. അവർക്ക് ഒരു എംപതി ഉണ്ടാവണം. സോ ഹി ഓൾസോ ഷുഡ് നോ ഇതൊക്കെ ഉണ്ടാകും, ദിസ് ഇസ് കോമൺ, ഇത് നോർമൽ ആണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ വാട്ട് ഇസ് സേ ദ ഗ്രോത്ത്, ലൈഫ് ഗ്രോത്ത് എന്നൊക്കെ ബോയ്സും അറിഞ്ഞിരിക്കണം. അപ്പൊ ഗേൾസിന്റെയും ബോയ്സിന്റെയും ഇതൊക്കെ പറഞ്ഞു. ഗേൾസിന്റെ പറഞ്ഞു മെൻസ്ട്രേഷൻ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, പേഴ്സണൽ ഹൈജീൻ പറഞ്ഞു. ഇറഗുലർ പീരീഡ്സ്, പണ്ടൊക്കെ ഇറഗുലർ പീരീഡ്സ് ഉണ്ടെങ്കിൽ അമ്മമാരെന്താ പറയാ? അതൊക്കെ സാധാരണയാണ് അല്ലെ? ജസ്റ്റ് എ സെക്കൻഡ് കേട്ടോ. സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. എന്താ പറയാ, അമ്മമാര് എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ച് തരും അല്ലെ? ഇതൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. വി ഹാവ് ടു ചെക്ക് ബ്ലഡ് ഇത് ചെക്ക് ചെയ്യിക്കണം നമുക്ക്. കാരണം നമ്മളൊക്കെ വൈറൽ ഫീവർ ഒക്കെ വന്നാലേ കുട്ടികളുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമുക്കറിയാം PCODs ഒക്കെ വളരെ കോമൺ ആണ് അഡോളസൻസ് പീരിയഡ്സിൽ. അപ്പൊ അതൊക്കെ ഏർലി ആയിട്ടൊക്കെ അറിഞ്ഞിരിക്കുന്നതും അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ HB കൗണ്ട് നോക്കുന്നതും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ വിറ്റമിൻ D ഡെഫിഷ്യൻസി, ഇതൊക്കെ അഡോളസൻസ് പീരിയഡിൽ ഉണ്ടാവുന്ന കാര്യം, എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. ഇതൊക്കെ എല്ലാവരുടെ ഫിസിക്കൽ ഗ്രോത്തിന് മാത്രമല്ല സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസും ഒക്കെ അവർക്ക് വരുത്തും. സോ വി ഷുഡ് മേക്ക് ഷുവർ ആസ് പാരന്റ്സ്, വി ഷുഡ് മേക്ക് ഷുവർ എവറിത്തിങ് ഇസ് കറക്റ്റ്. അതുപോലെ തന്നെ ഇപ്പൊ ഗേൾസിന് യൂഷ്വലി സ്കൂൾസിലായാലും മെൻസ്ട്രേഷനെ കുറിച്ച് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്, അമ്മമാരായാലും പറയാറുണ്ട്. ബോയ്സിന് നമ്മൾ അവരുടെ ഗ്രോത്തിനെ കുറിച്ച് എന്തെങ്കിലും അവരോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അഡോളസെന്റ് മകനോട് അവന്റെ ശരീരത്തിൽ വരുന്ന ചേഞ്ചസ് അവനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഡിസ്കസ് ചെയ്യാൻ പാടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? യെസ്, താങ്ക് യു അർച്ചന മാം. ചെയ്യണ്ട, പൊതുവേ നമ്മൾ ചെയ്യാറില്ല അല്ലെ? അവരോട് നമുക്കറിയാം വോയിസ് ചേഞ്ച് വരും, ബോഡി ഓർഡർ വരും, ഹൈറ്റിൽ ഇതിന്റെ ഡിഫറൻസ് വരും. അതൊക്കെ നമ്മൾ പിന്നെയും പറഞ്ഞെടുക്കണം. ഹാവ് യു എവർ ടോക്ക് ടു ദം അബൌട്ട് ഇറക്ഷൻ, വെറ്റ് ഡ്രീംസ് ആൻഡ് എജാക്കുലേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ടോ?
ചില മക്കള് അത്രയും പാരന്റ്സിനോട് ക്ലോസ് ആയിട്ടുള്ള മക്കള് വന്ന് പറയും, ലൈക്ക് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു മമ്മ, ഇല്ലേ? കുറച്ച് പേരെങ്കിലും പറയും. എല്ലാ മക്കളും പറയാറുണ്ടോ? അവരും പേടിക്കില്ലേ? വെൻ ദാറ്റ് ചേഞ്ച് കംസ് ഇൻ ടു ദിയർ ബോഡി, അവരും ഒന്ന് പാനിക് ആവാൻ സാധ്യതയുണ്ട്. വൈ ഇസ് ദിസ് ഹാപ്പനിങ് ടു മീ? ഇത് എന്താ പെട്ടെന്ന്, അല്ലേ? വൈ ഐ എം ഫീലിംഗ് സോ? എനിക്ക് എന്താ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതൊക്കെ കുട്ടികൾക്കും ഒരു തോട്ട് വരാം. അവരും അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷനിൽ വരേണ്ടതാണ് ഇതൊക്കെ. ഇറ്റ് ഈസ് ദ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ പാരന്റ് ആസ് വെൽ ആസ് ദ സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്. കുട്ടികളെ അതിനോട് അവര് അഡോളസൻസ് പ്യൂബർട്ടി പീരിയഡിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. നമ്മൾ പലപ്പോഴും പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആൺകുട്ടികളോട് പറയാൻ നമുക്കൊരു വിമുഖതയുണ്ട്. സത്യമാണ് അത്. ബട്ട് വി ഹാവ് ടു സ്പീക്ക്. അവർ എന്താ സംഭവിക്കുക? നമ്മൾ അതൊന്നും അവർ ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ അവർ മിസ്ഗൈഡഡ് ആവാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്, അല്ലെ? അവർക്ക് മിസ് ഇൻഫോർമേഷൻ കിട്ടാൻ ഒരുപാട് ആക്സസ് ഉണ്ട്, അല്ലെ? അവർക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. അപ്പൊ അവര് അതിലേക്ക് പോയിട്ട് ദേ മൈറ്റ് ബി മിസ്ഗൈഡഡ്. അവർക്ക് വരുന്ന ചേഞ്ചസ് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തേ പറ്റും. ലൈക്ക് യു വിൽ ഹാവ് ദിസ് ഫീലിംഗ്. അവർക്ക് സെക്ഷൽ ഏർജ് വരും. അത് ആരോടൊക്കെ ലൈക്ക് ആരോട് കാണിക്കാൻ പാടില്ല. ജസ്റ്റ് ഇമാജിൻ, നിങ്ങളുടെ ഒരു മിഡ് അഡോളസൻസിലുള്ള ഒരു നിങ്ങളുടെ 15 വയസ്സുകാരൻ ഇത് എന്താ പറയുക, ഒരു മിസ് ഇൻഫോർമേഷൻ, മിസ് ഗൈഡഡ് ആയി, ലൈക്ക് അവന് ഡൗട്ട് വന്നു, അവൻ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തു, എന്നിട്ട് ഹി വെന്റ് ത്രൂ ഇൻഅപ്രോപ്രിയേറ്റ് ചാനൽസ്. എന്നിട്ട് നിങ്ങളുടെ ഏജിലുള്ള ആള് അല്ലെങ്കിൽ അവന്റെ ടീച്ചർ അല്ലെങ്കിൽ അവന്റെ ഒരു സഹപാഠിയോട് മിസ്ബിഹേവ് ചെയ്താൽ ഹൗ വിൽ യു ഫീൽ? അല്ലേ? അത് നമുക്ക് ഒരിക്കലും ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് ഒരിക്കലും അത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളായാലും നമ്മള് ന്യൂസ് ഒക്കെ കാണാറില്ലേ? ഒരുപാട് ക്രൈംസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു തോട്ട് വരാറുണ്ട്, അല്ലേ? ഇതൊന്നും നമ്മളുടെ വീട്ടിൽ നടക്കില്ല. ഇത് മിക്കവാറും ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എനിക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു കുട്ടി ഒരു ക്രൈം ചെയ്തെന്നൊക്കെ കേൾക്കുമ്പോൾ മേ ബി ഇറ്റ്സ് ഹിസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ആ കുട്ടി അങ്ങനെ വളർന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവും. ഇറ്റ് നോട്ട് ഹാപ്പൻ ഇൻ മൈ ഹോം. ആണോ? അങ്ങനെയാണോ? വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ? അങ്ങനെയല്ല, അല്ലെ? എനിബഡി, ലൈക്ക് നമുക്ക് അങ്ങനെ ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. മക്കൾക്ക് എപ്പോ വേണമെങ്കിലും മിസ്ഗൈഡഡ് ആയി പോവാം. ദേ ക്യാൻ ബി ഗെറ്റ് ഇൻ ടു ട്രബിൾസ്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗേൾസിന്റെ മെൻസ്ട്രൽ ഇത് പറഞ്ഞു, പേഴ്സണൽ ഹൈജീനെ കുറിച്ചും ഇതൊക്കെ പറഞ്ഞു, ബോയ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഇല്ല, എന്റെ അടുത്ത ചോദ്യം, ഫിസിക്കൽ റിലേഷൻസിനെ കുറിച്ച് ഈ ഒരു ഏജിൽ മക്കളോട് പറയണം. ഒരു 15 years ആയിട്ടുള്ള മകനോടും മകളോടും നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എനിബഡി? ആക്ച്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കണം പേരൻസ്. പാരന്റ്സ് മാത്രമല്ല, എനിക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി എന്നേ ഞാൻ പറയുള്ളൂ. സ്കൂളിനും ടീച്ചേഴ്സിനും അതിൽ ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലേ? എന്താ കാര്യം? കാരണം കുട്ടികൾക്ക് ഹോർമോണൽ ഇതുകൊണ്ട് സെക്ഷൽ ഏർജ് ഉണ്ടാകും, ഇല്ല? ഇറ്റ്സ് ട്രൂ, ഇറ്റ്സ് കോമൺ, ഇറ്റ്സ് നാച്ചുറൽ. ദേ ഷുഡ് നോട്ട് ഫോൾ ഇൻ ടു ട്രബിൾ. അവർക്ക് അവരുടെ ലവ്, നമുക്കറിയാം, കുട്ടികൾക്ക് ഇന്റിമസി ഉണ്ടാകും, ഫിസിക്കൽ. അർച്ചന മാം, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. കുട്ടികൾ, നമുക്കറിയാം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ലൈക്ക് അണ്ടർ 18 ഫിസിക്കൽ റിലേഷൻഷിപ്സ് ആർ ഇതാന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലേ? അണ്ടർ 18 അത് എഗെയിൻസ്റ്റ് ലോ ആണ്. ഇറ്റ് കംസ് അണ്ടർ പോക്സോ. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മക്കൾക്ക്? അതൊരു ക്രൈമാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സി, ഇന്റിമസി, ഇഷ്ടം, ലവ് ഒക്കെ ആയിട്ട് ദർ ആർ ചാൻസസ്. ഇപ്പൊ ഒരുപാട് അതിന് ചാൻസസ് കൂടുതലാണ്. അവർക്ക് അടുത്ത് വരാനും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടാനുമുള്ള ചാൻസസും സാഹചര്യങ്ങളും നമ്മളുടെ ചുറ്റും ഒരുപാടുണ്ട്. ദേ ഷുഡ് ഹാവ് ദാറ്റ്. മോറൽ വാല്യൂസ് മാത്രമല്ല, ഇത് തെറ്റാണ് എന്നുള്ള ഒരു ബോധം കൂടെ മക്കൾക്ക് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഏർലി പ്രഗ്നന്റ് ആവുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അവര് അവരിൽ വരുന്ന സോഷ്യൽ, അവർ വരുന്ന സ്ട്രെസ്, ഒരുപാട് പ്രോബ്ലംസ് ഇതിലൂടെ ഉണ്ടാവും എന്നുള്ള ബോധം നമ്മൾ അവർക്ക് കൊടുക്കണം. ഏറ്റവും കൂടുതൽ ഇറ്റ്സ് എ ക്രൈം. രണ്ടുപേരുടെ കൺസെന്റോട് കൂടെ ചെയ്താൽ കൂടെ ഇറ്റ് ഈസ് എ ക്രൈം. ഇറ്റ് കംസ് അണ്ടർ പോക്സോ എന്നുള്ള കാര്യം മക്കൾക്ക് പറഞ്ഞു കൊടുത്തേ പറ്റും. അവരബദ്ധത്തിൽ പോയി ഒരു എന്താ പറയാ, ഒരു ഇതിന്റെ ബലത്തിലേക്ക് അബദ്ധത്തിൽ പോയി ചാടിക്കൂടാന്നില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ട്, സി, ഓൾവേസ് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ നമ്മൾ പറയാറ്. അപ്പൊ അതിലൊന്നും ഒരു മടിയും ഒരു പാരന്റും അല്ല, സ്കൂളായാലും ഇതൊക്കെ എത്രമാത്രം ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല. ബട്ട് വി ഹാവ് ടു, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കണം. അവരുടെ സ്കൂൾ
ലെസൺസിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടെ ഈവൻ എനിക്ക് തോന്നുന്നു 9th-ലും 10th-ലത്തെ ബയോളജി ബുക്കിലൊക്കെ പ്രിക്കോഷൻസിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അവരെ. ദേ ഷുഡ് നോ ദ ലീഗൽ സൈഡ് ഓഫ് ദിസ് ടു. ഇതൊക്കെ ക്രൈം ആണെന്നും കൂടെ മക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിലൂടെ വരാവുന്ന സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം. ലൈക്ക് ഷുഡ് ബി രജിസ്റ്റേർഡ് ഇൻ ദിയർ ബ്രെയിൻ ദാറ്റ് ദിസ് ഇസ് റോങ്. അവര് അതിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ഉൾവലിയാൻ അല്ലേ നമ്മുടെ മോറൽ വാല്യൂസ് ഇതൊക്കെ കൊടുത്ത് ഇവൻ ഇഫ് ആ ഒരു സാഹചര്യത്തിൽ വന്നാൽ അവർക്ക് താനെ അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു ടെൻഡൻസി മക്കൾക്ക് കൊടുക്കണം. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു ഇതിൽ വരുന്നതാണ് കുട്ടികൾ ലൈക്ക് കഴിഞ്ഞ ദിവസം ഞാനൊരു മൂവി കണ്ടു, അക്ഷയ് കുമാറിന്റെ ഓ മൈ ഗോഡ് എന്നിട്ട് ഒരു മൂവി. വളരെയധികം ഈ സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇതാണ്. റിജക്ഷൻസ് കുട്ടികളിൽ വരുന്നതും ആ കുട്ടി മിസ്ഗൈഡഡ് ആവുന്നതും ടീച്ചറോട് പോയി സംശയം ചോദിച്ചിട്ട് വരെ ടീച്ചർ പറഞ്ഞു കൊടുക്കാതെ ആ കുട്ടിയുടെ ലൈഫിൽ വരുന്ന ഒരു ഇതാണ് ആ സ്റ്റോറിയിലുള്ളത്. അപ്പൊ ദീസ് ആർ കോമൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതൊക്കെ നമ്മുടെ ചുറ്റും അനുഭവിക്കുന്നുണ്ട്. നമ്മളുടെ മക്കൾ അതിലൊന്നും ചെന്നപ്പെടില്ല. ഞാൻ ഉറപ്പുവരുത്തുന്നത് നമ്മൾ പാരന്റ്സിന്റെയും നമ്മുടെ ടീച്ചേഴ്സിന്റെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഫിസിക്കൽ ചേഞ്ചസിനെ കുറിച്ച് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇമോഷണൽ ചേഞ്ചസ് നമ്മൾ പറയുന്നില്ലേ, ഇമോഷണൽ വെൽബീങ്, ഇമോഷണൽ ചേഞ്ചസ്. അഡോളസൻസിന് പൊതുവെ നമ്മൾ എന്താ പറയാ, അഗ്രസീവ് അഡോളസൻസ് അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പൊതുവെ പറയാറ്. പെട്ടെന്ന് നമ്മളുടെ കുഞ്ഞാര മക്കള് അല്ലേ പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടാം അല്ലേ, തർക്കുത്തരം പറയാ, ഇത് എന്ത് ഇവന് പറ്റിയെന്നൊക്കെ നമ്മൾ തോന്നും. നമ്മൾ കുഞ്ചു ചിഞ്ചു എന്നൊക്കെ വിളിച്ചവര് പെട്ടെന്ന് പറയും മമ്മ ഡോണ്ട് കോൾ മീ ലൈക്ക് ദിസ്, എന്നെ അങ്ങനെ കുഞ്ഞാരിച്ച് വിളിക്കല്ലേ എന്നൊക്കെ മക്കള് പറയാറുണ്ട് അല്ലേ. പെൺകുട്ടികൾ അധികം എനിക്ക് തോന്നിയിട്ടുള്ളത് വാതിലടച്ചിരിക്കില്ല, അവർക്ക് ലോൺലി ആയിട്ട് ഇരിക്കണം, വാതിലടച്ചിരിക്കണം. സോ ദീസ് ആർ ദി ഇമോഷണൽ ചേഞ്ചസ് അല്ലെങ്കിൽ സിംറ്റംസ് ദേ ആർ ഷോയിങ് അസ്. അവർക്ക് അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് വേറെ തരത്തിൽ ദേഷ്യമായിട്ടും സങ്കടമായിട്ടും ചിലപ്പോൾ പെട്ടെന്ന് കരയാം. എന്ത് ഐ ഡോണ്ട് നോ മമ്മ ഐ എം ജസ്റ്റ് പെട്ടെന്ന് കരയാം. എന്താ കാരണം എന്ന് വെച്ചാൽ കാരണമൊന്നും ഉണ്ടാവില്ല, വെറുതെ കരയാം, ഓവർ തിങ്കിങ് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഇത് ആലോചിക്കും, വിശ്വ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു മരിച്ചു, ഒന്നുമില്ല. ബോയ്സ് ടു യെസ് താങ്ക് യു സംതിങ് ഫോർ ദ റെസ്പോൺസ്. ബോയ്സിനുണ്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് കരയാം. അപ്പൊ എന്താ, അല്ല ഞാൻ ഇങ്ങനെ ആലോചിക്കാം എന്റെ അമ്മ മരിച്ചു പോലെ ഞാൻ എന്ത് ചെയ്യും. ഒരു കാര്യമില്ല, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, പക്ഷെ അവരങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വെറുതെ വിഷമിക്കും. പിന്നെ ലോൺലി ആയിട്ട് ഇരിക്കുക, ലോൺലി ആയിട്ട് ഇരിക്കൽ ഒരുപാട് മക്കളിൽ കാണുന്നുണ്ട്. പിന്നെ ദേഷ്യപ്പെടൽ അറിയാം. പിന്നെ അവർക്ക് എക്സാം ഫിയർ ഉണ്ടാവുക, തോറ്റു പോകുക എന്നുള്ളൊരു ഭയം, കൂട്ടത്തിൽ കൂട്ടില്ലേ എന്നുള്ളൊരു ഭയം, പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ ഞാനത് ചെയ്തില്ലെങ്കിൽ, അവരെന്നെ ഗാങ്ങിൽ കൂട്ടിയില്ലെങ്കിലോ, അവരെന്നോട് പിണങ്ങി നടന്നാലോ അല്ലേ. നമ്മളോടും പറയും, ഉമ്മാക്ക് അറിയാണ്ടാണ്. അപ്പൊ മോനൊക്കെ ഐ ഹാവ് ചിൽഡ്രൻ ഓൺ ടീൻസ് പറയും, ഉമ്മാക്ക് അറിയാതെയാണ്, ഞാനത് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതാണ്, ഉമ്മ ഒന്നും മിണ്ടാതിരുന്നേ. ഇതൊക്കെയാണ് അവരുടെ യൂഷ്വൽ റെസ്പോൺസസ് നമ്മളുടെ അടുത്ത് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൗ ക്യാൻ വി ഹെൽപ് ദം ഇൻ ദിസ്? അവർ ലിസൺ ചെയ്യാം, ജഡ്ജ്മെന്റ് നോൺ ജഡ്ജ്മെന്റില്ല, അവരെ ജഡ്ജ് ചെയ്യാതെ തന്നെ അവരെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവർക്ക് അവരുടെ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടായി മാറാം. നമ്മളായിരിക്കണം അവർ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അഡൾട്ട്. വേറൊരാളടുത്ത് അവർ പോകുന്നതിന് മുന്നേ തന്നെ വി ഷുഡ് ബി ദെയർ ഫ്രണ്ട്. അവർ ചൂടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊപ്പം ചൂടാവും അല്ലേ, നമ്മൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ കുറെ തല്ലും അല്ല. ഓ ഇത്ര അഹങ്കാരം നിനക്ക്, നീ ഇത്ര വലിയ ആളായോ, അതൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന കാര്യം തന്നെ. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു ഗിൽറ്റ് ഫീൽ വരും. ബട്ട് ആ ഒരു ദേഷ്യത്തിൽ അവർ എന്തെങ്കിലുമൊക്കെ പറയും, നമ്മളും എന്തെങ്കിലുമൊക്കെ പറയും അല്ലേ. സോ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ബി ദെയർ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളതാണ്. അവരുടെ അതിൽ വരുന്ന കാരണങ്ങൾ എന്താണെന്ന് നോക്കുക, ലെറ്റ് ദം സ്പീക്ക്, അവരോട് എക്സ്പ്രസ് ചെയ്യാൻ പറയാം. വാട്ട് യു ഫീലിംഗ്, എന്തുകൊണ്ടാണ്, ഇറ്റ്സ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ എന്ന് പറയാം. ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ വിഷമങ്ങൾ വരും, ഇറ്റ്സ് ഓക്കെ, വി ആർ ദെയർ ഫോർ യു എന്ന് പറഞ്ഞു കൊടുക്കുക. പിയർ പ്രഷറിന് നോ പറയേണ്ട അടുത്ത് നോ പറയാൻ മക്കളെ പഠിപ്പിക്കണം. അത് പറയാ, വാട്ട് എവർ ഇറ്റ് ഇസ്, കോൺസിക്വൻസ് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. നമ്മൾ പറയണത് ഒരിക്കലും പാരന്റ്സ് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരില്ല എന്ന് പറയാം. നമ്മൾ അവരുടെ ഏറ്റവും വലിയ വെൽവിഷേഴ്സ് നമ്മളാണ് പറഞ്ഞു കൊടുക്കുക. നമ്മൾ അതിനവരെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ട് കാര്യമില്ലേ അല്ലെ, നമ്മൾ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. അവർക്ക് പുറത്ത് പോയി ചെയ്യാം, നമ്മളുടെ ആബ്സെൻസിൽ ചെയ്യും അവര്, അല്ലെങ്കിൽ അവർ പുറത്ത് പോയി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുത്ത് തിരുത്താന്നുള്ളതാണ്. എത്രത്തോളം ചിലപ്പോൾ അത് സാധിക്കില്ലായിരിക്കും, ബട്ട് ആ ഒരു ഇത് ഓക്കെ ഐ ക്യാൻ കം ബാക്ക് ടു, എന്തുണ്ടെങ്കിലും ഐ ക്യാൻ കം ബാക്ക് ടു മൈ പാരന്റ്സ്, ആ ഒരു ട്രസ്റ്റ് മക്കൾക്ക് കൊടുക്കാം.
പിന്നെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക. അവർക്ക് മക്കൾക്ക് ഒരു ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താ ഞാനിങ്ങനെ മറ്റുള്ളവർ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുക. അപ്പൊ അത് ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ യു ആർ, നീ എങ്ങനെയാണോ. ഈവൻ ബോഡി ഷേമിങ്, കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ ഏറ്റവും കൂടുതൽ കൺസേൺസ് ആണ് അവരുടെ ലുക്സിനെ കുറിച്ച്, അല്ലേ? അത് എനിക്ക് തോന്നുന്നു കുട്ടികൾ ബോഡി ഷേമിങ്ങും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വല്ല ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് കമന്റ് ഇടും, എന്താ കോലം കാണുന്നത്, അല്ലെങ്കിൽ എന്തൊരു തടിയ, ഇല്ല അതൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ പറഞ്ഞാൽ തന്നെ കുട്ടികൾ ആകെ ഡൗൺ ആവും. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ ഒരു കമ്പാരിസൺ ഉണ്ടാകും. ബോഡീനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ അവരുടെ ഇടയിലും ഒരു കമ്പാരിസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോഴൊക്കെ കുട്ടികൾ അല്ലേ, എനിക്ക് അങ്ങനെ ഇല്ലല്ലോ, അവൾക്ക് അങ്ങനെ ഉണ്ടല്ലെങ്കിൽ അവൻ അങ്ങനെ ഉണ്ടല്ലോ, അവൻ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ, അവൻ എന്നെക്കാളും താടി ഉണ്ടല്ലോ, മീശ വന്നല്ലോ. Yeah, there is a doubt. A friend means like he should know that I have my parents എന്നുള്ളത് അവർക്ക് ഒരു ഫീല് കിട്ടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഗൈഡ് ചെയ്യൽ മാത്രമല്ല, ലൈക്ക് എനിക്ക് ഓപ്പൺ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഫാദറിനോ അല്ലെങ്കിൽ പാരൻസിനോട് പറയാൻ പറ്റുന്നെന്നുള്ള ഒരു കോൺഫിഡൻസ് കുട്ടിക്ക് ഉണ്ടാവുമെന്നാണ് ഉദ്ദേശിച്ചത്. യു ക്യാൻ ബി ഫ്രണ്ട്ലി ടു യുവർ ചൈൽഡ്, അതിലൊരു കുഴപ്പമില്ല. ദേ വിൽ ടോക്ക് ടു യു. നമ്മൾ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ അവർ സംസാരിക്കും. ലൈക്ക് ഈ പറഞ്ഞ പോലെ അഡൽട്ട്സ് ആയിട്ടുള്ളത് വരെ അവർ പറയും, അമ്മ ഇങ്ങനൊക്കെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഡിസ്കഷൻ ഉണ്ട് എന്ന് വരെ അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ പറയാനുള്ള ഒരു സ്പേസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തു നിങ്ങൾ അവർ പറയില്ല, നമ്മളെ ഒരു പാരന്റ്, ഞാനൊരു മദറാണ്, ഞാനൊരു ഫാദർ ആണെന്നുള്ളൊരു കടമ്പെടുത്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് പറയില്ല. അല്ലെങ്കിൽ ഒരു ക്രഷ് ഉണ്ട്, അല്ലെങ്കിൽ എന്നോട് ഒരു ചേട്ടൻ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അവർക്ക് പേടി ഉണ്ടാവും. നമ്മൾ ചീത്ത പറയും അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കരുത് എന്നൊക്കെ പേടി ഉണ്ടാവും. അപ്പൊ അത് നമ്മളോട് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, എന്റെ മദറിന് അത് മനസ്സിലാകും എന്നുള്ളൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അത് നമ്മൾ വളർത്തിയെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ മക്കൾക്ക് ആങ്സൈറ്റി ഉണ്ടാകാം. ലൈക്ക് അക്കാഡമിക്സിൽ നമ്മളിപ്പോൾ ഒരു പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾക്കും ഒരുപാട് ഫാമിലി എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, അല്ലെ? എൻ്റെ മകൻ അങ്ങനെ ആവണം, ഇത്ര വാങ്ങിക്കണം എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കും. പിന്നെ റിജക്ഷൻസ് ഇൻ റിലേഷൻഷിപ്പ്, എന്താ പറയാ, ലവ് അഫെയർസ് ഉണ്ടാകുക, അതിൽ റിജക്ഷൻ കിട്ടാം, അതൊക്കെ കുട്ടികളെ ബാധിക്കും. ഇതൊക്കെ കോമൺ ആണെന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കാം. പിന്നെ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും അവരെല്ലാം. സോ നമ്മൾ അവരുടെ എനർജി ഒന്ന് ഡൈവേർട്ട് ചെയ്യാനല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. കുട്ടികൾക്ക് അധികം ഫുട്ബോൾ, ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഫുട്ബോളൊക്കെ ഭയങ്കര ക്രേസ് ആണ്. നമ്മൾ എന്താ പറയാ, മതി 10ാം ക്ലാസ് ആയി, ഇനി ഫുട്ബോൾ കളി വേണ്ട. പക്ഷെ അങ്ങനെയല്ല, സ്കൂൾ വിട്ട് വന്നാൽ മതി കളിച്ചത്, പഠിക്കാൻ നോക്ക്, നിങ്ങൾക്ക് എന്തോരം പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടികളെ കളിക്കാൻ പോകുമ്പോൾ ഇതാക്കില്ല, പ്രത്യേകിച്ച് 10ലും പ്ലസ് 2ലൊക്കെ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ കുട്ടികളുടെ കാര്യം. അങ്ങനെയല്ല, ബട്ട് ഇതിനേക്കാൾ കൂടുതൽ കളിക്കുന്നത് അവർക്ക്, നമ്മൾ പിടിച്ചിരുത്തതിനേക്കാൾ കൂടുതൽ അവർ പുറത്തു പോയി ഫുട്ബോൾ കളിക്കുന്നതും വേറെ ഏത് ഗെയിംസ് കളിക്കുന്നതും അവരുടെ ബോഡിയിലത്തെ എനർജി റിലീസ് ചെയ്യാൻ ഏറ്റവും വലിയ കാര്യമാണ്. സ്വിമ്മിങ്, പിന്നെ റിലാക്സേഷൻ തെറാപ്പീസ് കൊടുക്കുക, ലൈക്ക് യോഗ, കരാട്ടെ ഒക്കെ അവരുടെ എനർജീസ് ഒരുപാട് കളയുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളെ ഇൻവോൾവ് ആക്കി. ഇപ്പൊ മിക്ക സ്കൂൾസിലുണ്ട് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അത് കൂടാതെ തന്നെ കുട്ടികൾ 10ലായി പ്ലസ് 2ലായി എന്ന് പറഞ്ഞിട്ട് അവരെ എല്ലാത്തിനും ഡിപ്രൈവ് ചെയ്ത് നിർത്തരുത്. അവർ മാക്സിമം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവർ ഉൾപ്പെടുക. അതുകൊണ്ട് അവരുടെ ഒരു ബാലൻസിങ് അവർക്ക് കിട്ടും. ആ ഏർജ് ഒക്കെ ഉണ്ട്, അവർക്കൊരു കൺട്രോൾ, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇത്. അവർ ടയേർഡ് ആവില്ലേ കളിച്ചു വന്നാലൊക്കെ. സോ ദർ ഇമോഷൻസ് വി ക്യാൻ കൺട്രോൾ ലൈക്ക് ദാറ്റ്. പിന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാവുന്നത് പോലെ തന്നെ വേർ ടു കൺട്രോൾ ഇറ്റ് ഓൾസോ, അല്ലെ? ഇമോഷൻസ് കൺട്രോൾ ചെയ്യണതും എങ്ങനെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാം എന്നും നമ്മൾ അവരെ പഠിപ്പിക്കുക, അവരതിന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇമോഷണൽ വെൽബീങ്ങിൽ ഇതൊക്കെയാണ് പറയാനുള്ളത്. അവർക്ക് ലൈക്ക് ഗീവ് ദം ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് ഇറ്റ് ഇസ് ഓക്കെ, ഇമോഷണൽ ഡൗൺ ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഹെൽത്തി ഹാബിറ്റ്സ് കൊടുക്കുക. സ്ലീപ്ലെസ്, അധികം ടീനേജേഴ്സിനുള്ള ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ്, അല്ലേ? അതൊന്ന് ഉറപ്പ് വരുത്താം. ഈ പറഞ്ഞ പോലെ കുറച്ച് കളിയും ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നീടും അവർക്ക് നല്ല ഉറക്കം കിട്ടും. ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്താൽ അവർക്ക് ഉറക്കം കിട്ടും. അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യാം. പിന്നെ അവരുടെ ഫീലിങ്സിനെ എന്താ പറയാ, പറയില്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞെടുക്കുന്നതിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഡിഫിക്കൽട്ട് യു ഫീൽ. അപ്പോൾ നമ്മൾക്ക് അവരുടെ സെയിം ഫീലിംഗ് ആണ് നമുക്ക് എടുക്കില്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കേണ്ടതെന്ന് പറയുമ്പോൾ
അവർക്കത് ഷെയർ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ കൂടുതൽ ഉണ്ടാകും. അപ്പൊ ഇമോഷണൽ വെൽബീങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്നോളജി ആൻഡ് സോഷ്യൽ മീഡിയ അല്ലെ, സോഷ്യൽ ഡെവലപ്മെന്റ്. നമുക്ക് കുട്ടികളെ ടെക്നോളജിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? എന്ത് പറയുന്നു നിങ്ങൾ? ഒരിക്കലും പറ്റില്ല അല്ലെ. നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റുമോ? അത് പാടില്ല ഇത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം നമുക്ക് അതിൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റും? ഇല്ല. ടെക്നോളജി അവർക്ക് വേണം. അവരുടെ ഇല്ല, ഇന്നിപ്പോ നമുക്കറിയാം സ്കൂൾസ് തന്നെ അവരുടേതായ ആപ്പിൽ കൂടെയാണ് അക്കാഡമിക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. പിന്നെ ടെക്നോളജി കുട്ടികൾക്ക് വളരാൻ ഒരുപാട് സാധ്യതകൾ കൊടുക്കുന്ന ഒരു ഇതാണ്, ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലേ. നമുക്കറിയാം ഒരുപാട് സ്കിൽസ് നമ്മൾക്ക് തന്നെ അറിയില്ല, ലൈക്ക് ദേ ആർ സോ മച്ച് വാട്ട് യു സേ അപ്ഡേറ്റഡ് ഇൻ ദാറ്റ്. അപ്ഡേറ്റഡ് മാത്രമല്ല, നമ്മളെക്കാളും കൂടുതൽ ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ മക്കളോട് പറയാം, അല്ലെങ്കിൽ എന്റെ ഫോണിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ നിമിഷ നേരം കൊണ്ട് ചെയ്തുതരും. ഇപ്പൊ സ്കൂളിൽ വല്ല വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഞാൻ 1 മണിക്കൂർ എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് അത് എനിക്ക് ചെയ്തു തരും. അപ്പൊ അവർ ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിയിൽ നിന്ന് പഠിക്കുന്നുണ്ട് അല്ലെ. അവർ അപ്ഡേറ്റ് ഒരുപാട് സ്കിൽസ് അവർ പഠിക്കുന്നുണ്ട്. എന്തെങ്കിലും സാധിക്കില്ല പറയുമ്പോൾ അത് ഇങ്ങനെ ചെയ്താൽ മതി, അത് ആക്ടിവേറ്റ് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിമിഷ നേരം കൊണ്ടാണ് അവര്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആണ്, ഇപ്പൊ നമ്മൾ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത്. എത്രയോ പണ്ടൊക്കെ നമുക്ക് ചില കോഴ്സസ് ഒക്കെ ദൂരമായിരിക്കും. അപ്പൊ നമ്മൾ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ രാത്രി ക്ലാസ്സസിലൊക്കെ നമ്മൾ മാറി നിൽക്കുന്നത് എന്താ, നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇപ്പൊ ഈ ഒരു ടെക്നോളജി ഡെവലപ്മെന്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരുപാട് കോഴ്സുകളൊക്കെ പഠിക്കാനും ഇതാക്കാനും പറ്റുന്നതാണ്. ബട്ട് സെയിം ഫോർ അവർ കിഡ്സ്. അത് നമുക്ക് ഒരിക്കലും അവരെ അതിൽ നിന്ന് ഡിപ്രൈവ് ചെയ്യാൻ പറ്റില്ല. മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? എത്രത്തോളം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും? ഇപ്പൊ കുഞ്ഞു മക്കളാണെങ്കിൽ ഓക്കെ, വി ക്യാൻ സേ ദാറ്റ് വി ക്യാൻ മോണിറ്റർ ദം. ഈ അഡോളസൻസിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു മിഡ് അഡോളസൻസോ ലേറ്റ് അഡോളസൻസിലായ മക്കളെ എത്ര കണ്ട് അവരുടെ ടെക്നോളജി യൂസ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇസ് ഇറ്റ് പോസിബിൾ ടു ഫുള്ളി മോണിറ്റർ ദം? എൻ്റെ ഒരു ഗ്രേഡ് 2-ലത്തെ ഒരു പാരന്റിന്റെ കൺസേൺ ആയിരുന്നു, മോന് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഗ്രേഡ് 2-ലത്തെ കുട്ടി കണ്ടുവന്ന്. അത് അവന് ടൈപ്പ് ചെയ്യാൻ അറിയാണ്ട് അവൻ അത് വോയിസ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്തേന്ന് പാരന്റ് പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. പാരന്റ് ഇങ്ങനെ പറഞ്ഞ, എൻ്റെ 7ാം ക്ലാസ്സുകാരനാണ് അത് ചെയ്തെങ്കിൽ എനിക്ക് ഇത്ര വിഷമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗ്രേഡ് 2-ലത്തെ കുട്ടിക്ക് എങ്ങനെയായിരിക്കും ആ കണ്ടന്റിന്റെ പേര് കിട്ടിയിട്ടുണ്ടാവും? നമ്മൾ ലൈക്ക് ദ പാരന്റ് ഈസ് മോണിറ്ററിങ്, അവൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇപ്പൊ നമുക്ക് അങ്ങനത്തെ ആപ്സ് ഒക്കെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അല്ലെ, കുട്ടികൾ എന്തൊക്കെ കാണുന്നു എന്തൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സ്റ്റിൽ ഒരു ഗ്രേഡ് 2-ന് എത്രത്തോളം ആക്സസ് ഉണ്ട്? സ്റ്റിൽ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല. സോ ലൈക്ക് മേ ബി ഫ്രം സ്കൂൾ ബസ്സസ്, നമുക്കറിയില്ല, കുട്ടികൾ വലിയ കുട്ടികളായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവരുടെ വായിൽ നിന്ന് കിട്ടിയൊരു വേർഡ് ആയിരിക്കാം, ആൻഡ് അതിന്റെ ക്യൂരിയോസിറ്റി, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ കുട്ടി സെർച്ച് ചെയ്തതായിരിക്കാം. സോ ദിസ് ഓൾ ഹാപ്പൻസ്. അപ്പൊ ഒരു ഗ്രേഡ് 2-ലുള്ള ഒരു കുട്ടിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇമാജിൻ, നമ്മളെക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വളരെയധികം പ്രാവീണ്യം നേരിട്ടുള്ള നമ്മളെ മക്കളെ എത്ര കണ്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ? അങ്ങനെ ദേ വിൽ ഔട്ട് വിറ്റ് us. നമ്മളെക്കാളും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളാണ്. അവർക്കറിയാം എങ്ങനെയൊക്കെ അമ്മനെ അച്ഛനൊക്കെ പറ്റിക്കണമെന്ന് അല്ലേ. അതിലും അവർക്ക് അവരുടേതായ ആപ്സ് അതിൽ അവര് ഇതാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ നമുക്കൊരു മാർഗമുള്ളൂ അല്ലേ. കാരണം നമുക്കറിയാം സൈബർ ബുള്ളിങ്, എക്സസീവ് യൂസ് ഓഫ് ദ സൈബർ ബുള്ളിങ് വളരെയധികം അറിയാം. നമ്മളിപ്പോ ഒരു വെബ് സീരീസ് കണ്ടല്ലോ അല്ലെ, അഡോളസൻസ് എന്നുള്ളത്. ഒരു കുട്ടി സൈബർ ബുള്ളിങ്ങിലൂടെ ഒരു ക്രൈം തന്നെ ചെയ്തു അല്ലെ. സോ ദീസ് ആർ ഹാപ്പനിങ് അറൌണ്ട് us. അതൊരു വെബ് സീരീസ് ആണ്, അമേരിക്കയിൽ നടന്നതാണെന്ന് വിചാരിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ചുറ്റും നടക്കുന്നതാണ്. അപ്പൊ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കുക, അബൌട്ട് പ്രൈവസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അവർക്ക്. പ്രത്യേകിച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച്. ഇതിന് ഇന്ന സാധ്യതകളുണ്ട്. ഒരു 14 വയസ്സുകാരനും 13 വയസ്സുകാർക്കൊന്നും അറിയില്ല അധികം. കുറച്ചും കൂടെ വലുതായ കുട്ടികൾക്ക് തന്നെ അറിയാം. അവർ തന്നെ നമ്മളോട് പറയും ഇങ്ങനെയൊക്കെ ഹാക്ക് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഇത് ഓഫ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കുട്ടികൾ തന്നെ പറയും, അമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന്. പക്ഷെ ഒരു മിഡ് അഡോളസൻസ് ഒക്കെ ഉള്ള മക്കൾക്ക് ഒരുപാട് അതിന്റെ കോൺസിക്വൻസസ് ഒന്നും അറിയില്ല. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാം. പ്രൈവസി, എല്ലാ സ്ട്രേഞ്ചേഴ്സിനെ ആക്സെപ്റ്റ്, ഇൻസ്റ്റഗ്രാം ഒക്കെ ആണെങ്കിൽ ഒരുപാട് സ്ട്രേഞ്ചേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യരുത്, പരിചയമുള്ളവരതാക്കാൻ പറയും. ഫോട്ടോസും വീഡിയോസും നമ്മുടെ ഇന്റിമേറ്റ് ഫോട്ടോസ് ഷെയർ ചെയ്യരുതെന്ന് പറയാം.
നമുക്ക് ലൈക്ക് അവർക്ക് വളരാനുള്ള സാഹചര്യമാണ്. അവർ ഭാവിയിൽ അവർ നല്ലൊരു ഇൻഫ്ലുവൻസർ ആകാം. ഇതൊക്കെ ആകുന്നതുകൊണ്ട് നമുക്ക് അവരിതിൽ നിന്നൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിന്റെ ലോ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്, നിയമവശം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിൽ ക്രൈം ഇൻവോൾവ് ആണെന്ന് പറയാം, ഇതിങ്ങനെ ചെയ്താൽ ഇത് പ്രശ്നമാണെന്ന് പറയാം. കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്സിനും പ്രശ്നമാണെന്ന് പറയാം. അങ്ങനെ അവരെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അവർക്ക് ഒരു അവയർനെസ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അതിൽ നിന്ന് ലൈക്ക് ദേ ഷുഡ് ഫീൽ ദാറ്റ് ഓക്കെ ദിസ് ഇസ് റോങ്. നമ്മൾ പറയില്ലേ, മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അറിയാതെ ചെയ്തതാന്ന് പറയുന്നത്, അത് തന്നെ ഒരു ഒരു വിരോധാഭാസം ഞാൻ പറയുള്ളൂ ആ ഒരു വേർഡ്. നമുക്ക് തന്നെ അറിയാം, കുഞ്ഞു മക്കളായാലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരും കാണാതെ അല്ലെ, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടാണ് കുട്ടികൾ ചെയ്യുക. ഏത് മക്കളായാലും അറിയാതെ പറ്റിപ്പോയി നമുക്ക് പറയില്ല, അവരത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ട് തന്നെയാണ് ഒരു കള്ളം പറയണതായാലും കുഞ്ഞു മക്കളായാലും ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. സോ അവർക്ക് അറിയാം ദിസ് മേ പുട്ട് us ഇൻ ട്രബിൾ. പക്ഷെ അത് ഇത്രയും ട്രബിൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം. യു ക്യാൻ യൂസ്, നമ്മൾ റെസ്ട്രിക്ട് എന്തൊരു കാര്യം നമ്മൾ വേണ്ട വേണ്ട എന്ന് പറയും തോറും കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ഒരു ഏർജ് കൂടും. നമ്മൾക്കായാലും അങ്ങനെ തന്നെ, എന്തെങ്കിലും ചെയ്യണ്ടെന്ന് പറയുമ്പോൾ അത് എന്തപ്പോ ചെയ്താലും എന്നൊരു തോട്ട് നമുക്ക് വരില്ലേ, ഇല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ, ഒരു പട്ടാളച്ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് ടേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അറിയാനുള്ള ഒരു ഏർജ് കൂടും. അപ്പൊ നമ്മൾ അലോ ചെയ്യാം അതിന് ടൈം. ലൈക്ക് ഇപ്പോ എന്താ പറയാ, സ്ക്രീൻ ടൈം ആയാലും ഒരുമിച്ചുള്ള സ്ക്രീൻ ടൈം അലോ ചെയ്യാം. കുറച്ചൊരു ഇന്നൊരു ഒരു ടൈം സെറ്റ് ചെയ്യാം. അപ്പൊ കുട്ടികളും നമ്മളോട് ഒരു ഇത് വരും, ഓക്കെ മമ്മ ഇത് കഴിഞ്ഞു, ഇത്ര സമയം വി ആർ ഗിവിങ് യു, അത് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു റുട്ടീൻ വെക്കാം. പിന്നെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ പറയാ ലൈക്ക് വാട്ട് ഈസ് യു ബി ഹാപ്പി ഇൻ വാട്ട് ഇസ് യുവർ ബോഡി, എന്തായാലും അല്ലെ, എങ്ങനെയാണോ അതിൽ ഹാപ്പി ആയിരിക്കാം എന്നുള്ള കാര്യം കുട്ടികളെ പറയാം. മറ്റുള്ളവർ നിന്നെ ബുള്ളി ചെയ്ത് നീ നോക്കണ്ട, വി ലവ് യു, വാട്ട് യു ആർ പെർഫെക്റ്റ് ആസ് എ വേ യു ആർ എന്നുള്ളൊരു ബോധം കുട്ടികൾക്ക് ചെറുതില്ല. ഇപ്പൊ എനിക്കൊക്കെ, ഞാൻ ചെറുപ്പത്തിലൊക്കെ കളർ കുറഞ്ഞതിനൊക്കെ ഒരുപാട് കളിയാക്കിയിട്ടും ഇല്ലേ, കളിയാക്കാറൊക്കെ ഉണ്ട് എല്ലാവരും. ഇതൊക്കെ നമുക്ക് വിഷമാവും. അപ്പൊ നമ്മൾ പാരന്റ്സ് പറഞ്ഞപ്പോ അന്ന് എന്റെ ഫാദർ പറഞ്ഞുതരും, കുറെ പുറത്ത് എന്താ പറയാ, കുറെ വെളുത്തിട്ട് കാര്യമില്ല, മനസ്സ് വെളുക്കണം എന്നൊക്കെ പറഞ്ഞുതരും. അതൊക്കെ നമ്മളുടെ കോൺഫിഡൻസ് വളർത്തും. അതുപോലെ തന്നെ നമ്മളെ മക്കളെയും ചേർത്ത് പിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാം, ബോഡിയിലുള്ള ചേഞ്ചസ്, ഹൈറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതൊന്നല്ല ഒരു മനുഷ്യനെ ഹാപ്പി ആക്കുന്നത്, സക്സസ്ഫുൾ ആക്കുന്നത് എന്നുള്ള പറഞ്ഞു കൊടുക്കാം. ഇങ്ങനത്തെ ചതികളിൽ പോയി, ഇങ്ങനെയൊക്കെ ചതികളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇൻസിഡൻസ് വെച്ചിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെ അവെയർ ആക്കാം. എക്സ്പോഷർ ഈ ഇൻഅപ്രോപ്രിയേറ്റ് ഉള്ള കണ്ടന്റിനുള്ള നമുക്കും അറിയാം, വേറെ നോക്കുമ്പോൾ തന്നെ ഓരോന്ന് പോപ്പപ്പ് ആയിട്ട് വരുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ അതിൽ പോകരുത്, അത് റോങ് ആണ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഡാറ്റ മൊത്തം പോകും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഈവൻ ഗെയിംസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ അക്കൗണ്ട്സ് ജിപേ ഇതൊക്കെ കുട്ടികൾക്ക് ആക്സസ് ആയിരിക്കും, അവർക്ക് അറിയും, നമ്മളെക്കാളും നേരത്തെ അവർ നമ്മളെ പാസ്വേഡ് ഒക്കെ പഠിച്ചു വെക്കും ഇല്ലേ, നമ്മൾ എത്ര ഹൈഡ് ചെയ്താലും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യാം. അങ്ങനെ കുട്ടികള് അതിലൊക്കെ പോയി പെടാൻ സാധ്യതകൾ ഇല്ലേ, പൈസ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മോണിറ്റർ ചെയ്യാം. പിന്നെ ഈ പല ലിങ്ക്സും, ഈ പരിചയമില്ലാത്ത ലിങ്ക്സ് ഓപ്പൺ ചെയ്യരുത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ മകൻ തന്നെ ഇതുപോലെ ഒരു ലിങ്കിൽ കയറി പിന്നെ കാണുന്നത് ലൈക്ക് അവന്റെ അമ്മയുടെ ഫോണിലാണ് കേട്ടോ, ഫേസ്ബുക്ക് ഇതെല്ലാം കണക്റ്റഡ് ആയിരുന്നു ഈ മെയിൽ ഐ ഡിയിൽ. ഇവൻ എന്തോ ഗെയിംസിന്റെ ഭാഗമായിട്ട് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തു, അവൻ അങ്ങനെ പോയി. പിറ്റേ ദിവസം കാണുന്നത്, ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സ് ഒക്കെ കാണുന്നത് വളരെ വൾഗർ ആയിട്ടുള്ള വേറെ ഏതോ ലാംഗ്വേജിലുള്ള സീൻസും ഇതൊക്കെയാണ് ഈ അമ്മയുടെ പേജിൽ കാണുന്നത്. അപ്പോ എവരിബഡി വാസ് നമ്മളുടെ ഒരു ഫേസ്ബുക്ക് പേജ് എന്ന് പറയുമ്പോൾ എത്രയോ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉള്ളതാണ് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതോ ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലിങ്ക് എന്തോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് കുട്ടി. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന, എന്നിട്ട് പിന്നെ ഒരു പോലീസിന് വി കാൻ ഡു എനിത്തിങ്, നമുക്ക് അതിന്റെ സോഴ്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നിട്ട് എല്ലാ ഫാമിലിയും ഇതൊക്കെ കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടാണ് അത് പിന്നെ റിമൂവ് ആയി പോയത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, സേഫ്റ്റി പറഞ്ഞു കൊടുക്കുക, പ്രൈവസി പറഞ്ഞു കൊടുക്കുക, മിസ്ഇൻഫോർമേഷനിലേക്ക് പോവരുതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ ഇതൊക്കെയാണ്. പിന്നെ സോഷ്യൽ റിലേഷൻഷിപ്സ് അധികം എനിക്ക് തോന്നുന്നു ഈ ബോഡി ഷേമിങ് ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ കുട്ടികൾ സോഷ്യലി ഇൻവോൾവ് ആവാൻ അവർക്ക് കുറച്ച് മടിയായിരിക്കും. പ്രത്യേകിച്ച് ഫാമിലിയിലൊക്കെ പോകാൻ നമുക്കറിയാം അല്ലെ, ഫാമിലി ഫംഗ്ഷൻസ് ഒന്നും പോകാൻ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാക്കാം, ഫാമിലി ടൈം ഉണ്ടാക്കാം,
നമ്മളുടെ ഇടയിലായാലും നമ്മളും നല്ല തിരക്കുള്ളവരാണ്, നമ്മൾ വർക്കിംഗ് പാരൻസ് ആണ്. ബട്ട് നമ്മൾ അതിന് ടൈം കണ്ടെത്തിയേ പറ്റൂ. കുട്ടികളായിട്ടുള്ള ടൈമും ഫാമിലി ടൈമും കണ്ടെത്താം, കുട്ടികളോട് സംസാരിക്കാം, അവരെ ചേർത്ത് പിടിക്കാം, അവർക്ക് എല്ലാ ഇത് കൊടുക്കുക, അവരെ എൻകറേജ് ചെയ്യാം. ഒരു ടെക്നോളജി ഒക്കെ ആണെങ്കിൽ എങ്ങനെ വൈസ്ലി യൂസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരുവിധം എനിക്ക് തോന്നുന്നു നമ്മളൊന്ന് എന്താ പറയുക, ഒരു എഫേർട്ട് എടുത്ത് കഴിഞ്ഞു കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുക കേട്ടോ. അവരുടെ എഫേർട്സിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. പാരന്റ്സിന്റെ നിന്നുള്ള അപ്രീസിയേഷൻ അവർക്ക് വളരെ വലുതാണ്. എന്ത് ചെയ്താലും കുറ്റപ്പെടുത്താനും, നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പറയുക അല്ലെ. കുട്ടികൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ചെയ്തില്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുറ്റപ്പെടുത്തുക അവരെ. അപ്പൊ അത് ചെയ്യാതെ അവരുടെ കുഞ്ഞു കുഞ്ഞു എഫേർട്സ് വരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെ ചേർത്ത് നിർത്താം. അങ്ങനെയൊക്കെ നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് കോൺസിക്വൻസ് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു ഏജിൽ സബ്സ്റ്റൻസ് യൂസേജിനൊക്കെ ചാൻസസ് ഉണ്ട്, ഇലിസിറ്റ് ട്രാഫിക്കിങ്ങിനൊക്കെ ചാൻസസ് ഉണ്ട്. അവയർനെസ് ക്ലാസ്സസ് സ്കൂൾസിൽ കൊടുക്കുന്നുണ്ട്. അതോടുകൂടെ നമ്മളും ഇപ്പൊ മക്കളൊക്കെ ഇടയ്ക്ക് എന്റെ മോള് 20 years ഉള്ള മോള്, അവൾ തന്നെ പറയും, നമുക്ക് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ ഇവർ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. MDMA ഒക്കെ കൊടുത്താൽ ഭയങ്കര പൈസ കേട്ടാ. ഇവർ പറയുന്നതാണ് 0.5 gram MDMA 50,000 ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ മക്കള് വീഴാതിരിക്കാൻ പറയും. ഞാൻ പറഞ്ഞു അത് മാത്രല്ല, അത്ര തന്നെ നിങ്ങളുടെ ലൈഫും പോകുന്നവർക്ക് മനസ്സിലാക്കാം. അപ്പൊ കുട്ടികൾ വിചാരം എന്താ, ഇത് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് സെല് ചെയ്താൽ നമുക്ക് പണക്കാരാവാൻ, അല്ലെങ്കിൽ അവരങ്ങനത്തെ ഇതിൽ വീഴാൻ സാധ്യതകളുണ്ട്. ഇതിപ്പോ എന്താ, ഇപ്പൊ ആരെങ്കിലും പറയാണ് ഇതൊന്ന് എടുത്ത് അപ്പുറത്തെ സ്റ്റോപ്പിൽ കൊണ്ട്, ഈ ഒരു കവർ അപ്പുറത്തെ സ്റ്റോപ്പിൽ കൊണ്ടെടുത്ത് യു വിൽ ഗെറ്റ് 50,000 ഇതിൽ 1 lakh rupees എന്ന് പറയുമ്പോൾ മക്കൾ അതിൽ വീഴാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോഴും ലോസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, അതോടുകൂടെ ലൈഫ് പോയി എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ലവും ഇതും ട്രസ്റ്റും ഒക്കെ വെച്ച് നമ്മുടെ മക്കളെ മാക്സിമം ഇതിനൊക്കെ ഇതാക്കി നല്ല സിറ്റിസൺസ് ആയിട്ട്, നല്ല മക്കളായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതോടുകൂടെ ഞാൻ എന്റെ സെഷൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട്സും ഫീഡ്ബാക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സുമയ്യ മാം. താങ്ക് യു. എനിക്ക് തോന്നുന്നു ഈ ഏജ് ഗ്രൂപ്പിലുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അവർക്കും, ഇനി അതല്ല ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിട്ട് എന്നും സ്കൂളിലും ഇതിലൊക്കെ സ്പേസ് ഷെയർ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും അവർക്കാണെങ്കിലും, ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ളവരുണ്ടെങ്കിലും, ഇനി അതുമല്ല നമുക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും എല്ലാത്തിനും ഉപകരിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു. ഈ ഒരു സെഷനിൽ ഫീഡ്ബാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയം ഉപയോഗിക്കാം. യെസ് വേണു സർ. ഓക്കെ സുമയാജി. ഹലോ സർ. ഹായ്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം അത് കുറച്ചൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആരും റിയാക്ട് ചെയ്യരുത്. കുറെ കഴിഞ്ഞിട്ടിരുന്ന് വീട്ടിലിരുന്ന് കുറെ നേരം ഒന്ന് ആലോചിച്ച പിടി കിട്ടും. ഈ കതിരിൽ കൊണ്ട് വളം വയ്ക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മിക്കപ്പോഴും ഗുണം കിട്ടത്തില്ല. കതിരിൽ കൊണ്ട് വളം വയ്ക്കരുത്. അതുപോലെ ചില ഹാബിറ്റൊക്കെ അത് ഡീപ്പ് റൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് that will lead to lot of conflict. ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പാരൻസും അവിടെ നാട്ടിലെ എല്ലാ പാരൻസും ഗ്രാൻഡ് പാരൻസും പിള്ളേരിങ്ങനെ മൊബൈൽ ഫോണും വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, അഡിക്റ്റഡ് ആണ്, ഒന്നിനിതില്ല, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. ഉത്തരവാദി ആരാണ്? ഈ പാരൻസും ഗ്രാൻഡ് പാരൻസും ആണ്. ഇന്ന് അവിടെ 8 മാസം മുതൽ പ്രായമുള്ള കുട്ടിക്ക് കയ്യിൽ കൊടുക്കുന്നത് മൊബൈൽ ഫോൺ ആ കുട്ടി ചെന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നാണ്. കുട്ടിയുടെ കൈ കൊടുക്കുന്നത് ഈ പാരൻസും ഗ്രാൻഡ് പാരൻസും ആണ്. കുറച്ചു നേരം ശല്യമില്ലാതിരിക്കട്ടെ, കുട്ടി അങ്ങോട്ട് ഒന്നും ഇതായിരിക്കട്ടെ. അങ്ങനെ ആ കുട്ടി ആ മൊബൈൽ ഫോണുമായിട്ട് അഡിക്റ്റഡ് ആകുന്നു. ആ അഡിക്ഷൻ പിന്നെ 15-ാമത്തെ 16-ാമത്തെ വയസ്സിൽ നിങ്ങൾ അതിനെ മാറ്റാനായിട്ട് നോക്കിക്കഴിഞ്ഞാലും സുമയാജി നിങ്ങൾ തല കുത്തി നിന്നാലും നടക്കത്തില്ല. ഈ പറഞ്ഞ സത്യമാണെന്നുള്ളത് ഒന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ജങ്ക് ഫുഡും ഉള്ള കൊക്കക്കോല പെപ്സി എല്ലാം കൊച്ചു കുഞ്ഞിനും എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ട് പിന്നെ കുറെ നാൾ കഴിഞ്ഞ ശേഷം അതെല്ലാം ആരോഗ്യത്തിന് മോശമാണ്, ഇത് കഴിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാനിവിടെ അമേരിക്കയിൽ നിന്നിട്ട് എൻ്റെ മകനെ
അവനോട് 1.5 വയസ്സിലാണ് അവനിങ്ങോട്ട് കൊണ്ടുവന്നത് നാട്ടിൽ നിന്ന്. അവനോട് വീട്ടിൽ കൊക്കക്കോല ഞാനും കുടിക്കത്തില്ല. ആദ്യം നമ്മൾ റോൾ മോഡലാണ്. യെസ്. പെപ്സിയും കുടിക്കത്തില്ല. നാരങ്ങാ വെള്ളം കൊടുത്ത് ശീലിപ്പിച്ചു വളർത്തി. ഇപ്പോൾ അവന് 33 വയസ്സായി. കൊക്കക്കോലയും പെപ്സിയും കുടിക്കത്തില്ല. കൊക്കക്കോലയും പെപ്സിയും കുടിക്കത്തില്ല. അന്ന് ഈ സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പേ സാധാരണ മൊബൈൽ ഫോൺ അത് തന്നെ ഞാൻ വാങ്ങിക്കുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഫോണും വാങ്ങിച്ച് അത് വെറും അത്യാവശ്യത്തിന് ഫോൺ കോൾ വിളിക്കാൻ വേണ്ടി മാത്രമാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നാട്ടിൽ വന്നതിന് ശേഷം അവനെ 8ാം ക്ലാസ് മുതൽ നാട്ടിലാണ് പഠിപ്പിച്ചത്. എന്നിട്ട് അവന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് അവന് 19ാമത്തെ വയസ്സിൽ അവനോട് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴാണ്. അത് ഒരു വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോൺ. സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല. സ്മാർട്ട് ഫോൺ അവന് MBAക്ക് പഠിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ആവശ്യമാണ് അവർക്ക് ആ ക്ലാസ് സ്കെഡ്യൂളെല്ലാം. ഇത്രയും ഞാൻ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. കൂടുതൽ പറയണ്ട. ഈ കതിരിക്കൊണ്ടി വളമിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തണം. പിള്ളേരുടെ ഇതിനൊക്കെ ഇനിയെങ്കിലും ഈ ഇരിക്കുന്ന രത്നം ശ്രീകുമാർ മുതൽ അതുപോലെ കുറെ പേർക്കൊക്കെ ചെറുമക്കളോ വല്ല ഉണ്ടെങ്കിൽ ഇത് കളിക്കാനായിട്ടുള്ള ഇതായിട്ട് ടോയ് ആയിട്ട് കൊടുക്കരുത്. അവിടെ തുടങ്ങി പിന്നെ മാറ്റാൻ പ്രയാസമാണ്, വെർച്വലി ഇംപോസിബിൾ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you, sir. Thank you, sir, for that. Thank you so much. ഗുഡ് ഈവനിങ് ഓൾ. Good ദേവയുടെ evening, ma'am. സാറ് പറഞ്ഞതിൽ കുറെയൊക്കെ കാര്യമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ ജനറേഷന് കുട്ടികൾ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്. അമ്മമാര് അവര് കുറച്ചു Yes. നേരം മിണ്ടാണ്ടിരിക്കട്ടെ, അവരും ഫോണിലാണ്, കുട്ടികളും മിണ്ടാണ്ടിരിക്കുമല്ലോ. അവിടുന്ന് തന്നെ തുടങ്ങും അവര്. അതൊരു Yes. പോയിന്റ് തന്നെയാണ് സാറ് പറഞ്ഞത്, വളരെ ശരിയാണ്. ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും അത് കാണിച്ചിട്ടാണ് കൊടുക്കാറ്. ആണ്, ബാഗ് അതെ അതെ. കുട്ടി അറിയില്ലല്ലോ എന്താ കഴിക്കണേന്നുള്ളത്. അറിയാണ്ട് ഇങ്ങോട്ട് കഴിച്ചു പോകും. അതാണ് അതെ, very true. അപ്പൊ അത് കുറെയൊക്കെ നമ്മൾ തന്നെയാണ് കുട്ടികളൊക്കെ ഹാബിറ്റ് ഉണ്ടാക്കി അത് കൊടുക്കണം. പറഞ്ഞ അത് വളരെ ശരിയാണ്. ശരിയാണ്. അതെ നമ്മൾ റോൾ മോഡൽസ് ആകണം. അതെ, നമ്മൾ റോൾ മോഡൽസ് ആകണം എന്നുള്ളത് വളരെ അതെ അതെ അതെ. കാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെ. സുമയ്യ മാം പറഞ്ഞത് വളരെ നല്ലൊരു ടോപ്പിക്കായി. നമ്മളെല്ലാവരെയും ഇതുപോലെ ചിന്തിപ്പിക്കണ്ടല്ലോ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഈ അഡോളസെൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഏജ് വളരെ ഒരു സെൻസിറ്റീവാണ് പാരൻസിനും കുട്ടികൾക്കും. ഈ പറഞ്ഞ പോലെ റീസൺസ് നല്ലോണം ഉണ്ട്. അവരുടെ ബോഡി ചേഞ്ചസ്, അതുപോലെ പിയർ പ്രഷർ എല്ലാം കൂടിയിട്ടാണ് ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഫ്രീഡം വേണം എന്നാ ഡിപ്പെൻഡന്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളാണ്. അതങ്ങോട്ട് കടന്നു കിട്ടണമെങ്കിൽ നല്ലോണം തന്നെ പാരന്റ്സും ശ്രമിക്കണം. അതെ, ഒരുമിച്ച് പോകണം. വളരെ നല്ല ടോപ്പിക്കായിരുന്നു. മാം നല്ലോണം പ്രസന്റ് ചെയ്തു, നല്ല പ്ലേസിംഗ് ആയിട്ട്. താങ്ക് യു മാം. Thank you. Thank you so much. പിന്നെ ഇനി ഒരു പോയിന്റും കൂടെ പറയാം. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ അടുത്ത് തന്നെ ഇതിനെ ഫോൺ ശരിയാക്കാനായിട്ട് അവര് 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് ശരിയാക്കി തരും? എന്തിനാണ് നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുന്നില്ല? മടിയാണ്, അത്രേ ഉള്ളൂ. കുറച്ച് സമയം ചെലവാക്കി കഴിഞ്ഞാൽ ഇന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് പഠിപ്പിക്കാൻ പറ്റും. ഞാൻ എൻ്റെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പിലുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ എൻ്റെ മകൻ എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത്, എൻ്റെ മകൻ ഇപ്പോഴും ഇവിടെ എൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഞാൻ തന്നെ യൂട്യൂബിൽ കയറി എന്താണ് അതിൻ്റെ പ്രോബ്ലം, എങ്ങനെ ഫിക്സ് ചെയ്യാം, എന്തിനാണ്. എന്നിട്ട് അവരിപ്പോഴേക്കാളും നമ്മളെക്കാളും ഒക്കെ വലിയ ഇന്റലിജന്റ് ആണ്. നമുക്കത് പറ്റത്തില്ല. ഇന്ന് 15 വയസ്സ് കുട്ടി എല്ലാം ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ അവര് കൂടുതൽ വിചാരിക്കുന്ന അറിയാം, ഈ അച്ഛനും ഈ അമ്മൂമ്മയ്ക്കും അല്ലെ അപ്പൂപ്പനും ഒരു പുണ്ണാക്കും അറിഞ്ഞൂടാ, എനിക്കാണ് അറിയാവുന്നത്. ദേ ആസ്ക് മീ ഫോർ ഹെൽപ്പ്. പിന്നെ അവർക്ക് വേറെ വല്ല ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. ഓൾറെഡി അവർക്കൊരു ഈഗോ വന്നു കഴിഞ്ഞു. എനിക്കറിയാവുന്ന അത്രയും ഇവർക്കാർക്കും അറിഞ്ഞുകൂടാ. സോ വൈ ഷുഡ് ഐ ലിസൺ ടു ദം? അവർക്ക് എന്നെ ഉപദേശിക്കാനായിട്ട് ഒരിതും ഇല്ല. എന്നെ ഒന്നും ഉപദേശിക്കാൻ വരണ്ട എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതൊക്കെ പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. എളുപ്പമാണ്. അതെ, എൻ്റെ 1-2 എൻ്റെ പ്രായത്തിൽ എൻ്റെ കുറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഡോക്ടർ ഫ്രണ്ട്സ്.
നാട്ടിൽ നാട്ടിലൊരു ഞാൻ പറയും ഇന്നത് പറഞ്ഞതിനെ ആ പവർ പോയിന്റ് കൂടെ ഇട്ടാൽ മതി. ഞാൻ ഒരു CID ആണ്. ഒരാൾ പറയാണ് അങ്ങനെ ന്യൂറോളജി പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്താണ്. ന്യൂറോളജി അവൻ CID ആണ്. ഞാൻ പറഞ്ഞു എന്താണ് CID? ഞാൻ ഒരു കമ്പ്യൂട്ടർ ഇല്ലിറ്ററേറ്റ് ഡോക്ടറാണ്. അതിൽ വലുതായിട്ട് അഭിമാനം കൊള്ളുകയാണ്. വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പിള്ളേരത്തിൽ ചോദിക്കുന്നു. എന്താണ് അങ്ങനെയാണ് നമ്മൾ തന്നെ നമ്മളുടെ ഇതിനെല്ലാം കളയുകയാണ്. ഇത്രയും പറഞ്ഞ് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ എല്ലാം ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഞാൻ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വെറുതെ ഹിപ്പോക്രസി ആയിട്ട് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു അനസ് സർ. ആരെങ്കിലും ആഡ് ഓൺ ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യായിരുന്നു സെഷൻ. ഓക്കെ, സുമയ്യ മാം, എനിക്ക് തോന്നുന്നു ആരോ ചാറ്റ് ബോക്സിലും ചോദിച്ചിരുന്നു തോന്നുന്നു, ആക്ച്വലി വി ഷുഡ് ബി എ ഫ്രണ്ട് ടു യുവർ ചൈൽഡ് ഓർ നോട്ട് എന്നുള്ളത്. ഫ്രണ്ട് ആണോ ഞാൻ പാരന്റ് ആവണോ ഞാൻ ആൻസർ എന്നുള്ളത്. പറഞ്ഞു. യെസ് മാം. അതെ, അപ്പൊ ഓക്കെ, ഞാൻ ആ തീർച്ചയായിട്ടും ചാറ്റ് നമ്മൾ അല്ല ആ ചാറ്റ് കണ്ടില്ല. പക്ഷേ ഒരു പോയിന്റ് മാത്രം ഞാൻ പറയാം. ഞാൻ റൈറ്റ് ഫ്രം ദിസ് യങ് ഏജ് തന്നെ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞത്, ഐ ആം നോട്ട് യുവർ ഫ്രണ്ട്, ഐ വിൽ ബി എ ഫ്രണ്ട്ലി പാരന്റ്. You can get many friends, but I'm not going to be a friend. I don't want you to treat me as a friend. I'm a friendly parent. ആ ഒരു ഇത് ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. യെസ്, സാറ് പറഞ്ഞ മാതിരി നമ്മൾ ഫ്രണ്ട് ആയിരിക്കണം, അതേസമയം പാരന്റ് ആണെന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത് എന്നുള്ളത്. ദർ ഇസ് എ ലൈൻ, അതൊരിക്കലും മറന്നു പോകരുത്. സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്നത് യു ഷുഡ് ബി എ ഫ്രണ്ട് ടു യുവർ ചൈൽഡ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഫ്രണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ലൈൻ ക്രോസ് ആവും. സുഹൃത്ത് മാത്രമാവുമ്പം എപ്പോൾ വേണമെങ്കിലും ഏത് എക്സ്റ്റെന്റ് വേണമെങ്കിലും നമ്മുടെ അടുത്ത് പോവുകയും ചെയ്യാം, നമ്മൾ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടാന്ന് വെക്കാം എന്നുള്ള ഒരു ലൈനിലാവും. അപ്പൊ എപ്പോഴും സാറ് പറഞ്ഞ ഒരു ഫ്രണ്ട്ലി പാരന്റ് ആവുക എന്നുള്ളതാണ്. യു ഷുഡ് ബി എ ഫ്രണ്ട് സോ ദാറ്റ് അവർക്ക് ഓപ്പൺലി കാര്യങ്ങൾ പറയാൻ പറ്റണം. പക്ഷെ അതേസമയം ഡെഫിനറ്റ്ലി നമ്മളൊരു പാരന്റ് എന്നുള്ള റോൾ പ്ലേ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് അവിടെ ഉണ്ടാവണം ആ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ്. അങ്ങനെ രണ്ടും ഉണ്ടായാൽ മാത്രമാണ് ഇപ്പൊ മാം പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാവുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ചിലപ്പം പലപ്പോഴും കേൾക്കുന്ന ആളുകൾ കരുതാം അല്ലേ ഇതൊക്കെ നടക്കുമെന്ന്. തീർച്ചയായിട്ടും നടക്കും. ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മക്കളില്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളാകുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. പണ്ടത്തെ പോലെ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. നമ്മളെ വളർത്തുമ്പോൾ നമുക്ക് പറഞ്ഞു തരാതിരുന്നത് പോലെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ആയിരിക്കണം ഫസ്റ്റ് ഗൈഡ് എന്നുള്ളതാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ. തീർച്ചയായിട്ടും അത് പറ്റും. പ്രാക്ടീസ് ചെയ്യുന്ന പാരന്റ്സിന് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അവർക്കത് ചെയ്യാനും പറ്റുന്നുണ്ട്, സക്സസ്ഫുള്ളി പോകുന്നുണ്ട് എന്നുള്ളത് ചെയ്യുന്ന പാരന്റ്സിന് ഷുവറായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അറിയും പറഞ്ഞോട്ടെ, അറിഞ്ഞോളും എന്ന് പറയുന്ന ആ ഒരു തോട്ട് ഇനിയെങ്കിലും മാറ്റേണ്ടതാണ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ വളരെ മനോഹരമായി തന്നെ എല്ലാ ഏരിയാസും ക്ലാരിറ്റിയോടെ പറഞ്ഞ സുമയ്യ മാമിന് നല്ലൊരു ഇൻട്രോ തന്ന രാജശ്രീ മാമിനും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന പാർട്ടിസിപ്പൻസിനും പ്രത്യേകിച്ച് ഇത്രയധികം ഇൻപുട്സ് തന്ന വേണു സാറിന് ഒരുപാട് നന്ദി. സോ താങ്ക് യു ഓൾ. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി മൺഡേ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അൺടിൽ ദെൻ ബൈ, ഗുഡ് നൈറ്റ്. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കേ. അതായത് ഞാൻ എപ്പോഴും തന്നെ മോൻ്റെ അടുത്ത് ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു, നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോണ്ട് ഫീൽ ഇൻഹിബിറ്റഡ്. യു ക്യാൻ ആസ്ക് മീ. ഇഫ് ഐ നോ ഐ വിൽ സേ ആൻസർ. ഇഫ് ഐ ഡോണ്ട് നോ ഐ വിൽ ലുക്ക് അപ്പ് ആൻഡ് ടെൽ യു. അപ്പൊ അവൻ ഒരിക്കൽ ചോദിക്കുകയാണ് ആ ടീനേജൊക്കെ ആയപ്പോൾ, അബ്ബ ഈസ് ഇറ്റ് വാട്ട് അബൌട്ട് മാസ്റ്റർബേഷൻ? അവൻ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, വാട്ട് അബൌട്ട് മാസ്റ്റർബേഷൻ, is it okay or is it not okay? ഞാൻ പറഞ്ഞു, at your age I also did, I masturbated. Masturbation is perfectly normal. അപ്പൊ അങ്ങനെ നമ്മൾ പറയാനായിട്ടുള്ള ആ ഒരു ഇത് കൊടുത്ത കാരണം he felt comfortable in asking me. അവിടെ കയറി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെയൊക്കെ ഇത് ഇവിടെ അതിനുള്ള ഇത് വേണം. പിന്നെയും വേറെ ഇതേപോലെ ചില കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കാനായിട്ട് അവന് മടിയില്ല. ചില അച്ഛനെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനോട് തന്നെ അത് ഇതായിട്ട് എടുക്കത്തില്ല. ഞാൻ പറയും ക്യൂരിയോസിറ്റി
ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി മിസ്ഗൈഡഡ് ബൈ സംബഡി എൽസ്. പണ്ടാണ് വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ അന്ന് നാട്ടിൽ പറഞ്ഞിട്ടുന്നത് ഈ മാസ്റ്റർബേഷൻ കഴിഞ്ഞാൽ TB പിടിക്കുമെന്ന് കേട്ടോ. മാസ്റ്റർബേറ്റ് കഴിഞ്ഞാൽ ക്ഷയരോഗം വരുമെന്ന് കേട്ടോ. അത് ഞാൻ കുറെ നാൾ വിശ്വസിച്ചു ചെറുപ്രായത്തിൽ. അല്ലേ, ആ പറയുന്നവരെ അവരുടെ ഇഗ്നറൻസും എല്ലാം കൊണ്ടും. എന്നിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഇത് റിയലൈസ് ചെയ്യുന്നത്. TBക്കും ഈ മാസ്റ്റർബേഷൻ തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ മിസ്ഇൻഫർമേഷൻ ഒരുപാടുണ്ട്, എസ്പെഷ്യലി ആരോഗ്യത്തിന് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള. അതും ആ ടീനേജ് ആ സമയത്ത് അവരെല്ലാം വെരി വൾണറബിൾ ആണ്, അവരത് വിശ്വസിക്കും. സോ ദാറ്റ് ഈസ് വേർ ദി പാരന്റ്സ് ഓൾസോ റോൾ. ഓക്കെ, താങ്ക് യു. Thank you, sir. So good night. Thank you, sir.